ഹലോ ഫ്രണ്ട്സ്, DR കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ വേനൽമഴ തകർത്തു തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ വേനൽമഴയുടെ ഭാഗമായിട്ട് വീടുകളിൽ മൊത്തം വെള്ളമായി. എല്ലാവരും അവിടുന്ന് പോകേണ്ട ഒരു ഗതികേടൊക്കെ വന്നായിരുന്നു ഞങ്ങൾക്ക്. കാരണം ഞങ്ങളുടെ പഴയ വീടാണ്, നല്ല രീതിയിൽ താഴ്ന്നു കിടക്കുന്ന സ്ഥലത്താണ്. വെള്ളം അധികം കയറുകയും ചെയ്യും. അപ്പോൾ ആദ്യം ഞങ്ങളുടെ വീട്ടിൽ കയറിയിട്ടാണ് അയൽവക്കത്തൊക്കെ ആവത്തുള്ളൂ. അപ്പം ഞങ്ങളിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇത് 7ാമത്തെ 6ാമത്തെ ദിവസം അങ്ങോട്ട്. അപ്പം ഇതുവരെ അങ്ങോട്ടൊന്നും പോയില്ല, ജസ്റ്റ് ഒന്ന് പോയായിരുന്നു, അല്ലാതൊന്നും പോയില്ല. അപ്പം ഇന്ന് നമ്മൾ വീട്ടിലോട്ടൊന്ന് പോകട്ടെ. ഇപ്പം നല്ല വെയിലൊക്കെ വരുന്നുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ വെയിലൊക്കെ ഉണ്ട്. അപ്പം വെള്ളമൊക്കെ ഇറങ്ങിയെന്നാണ് അയൽവക്കത്തെ ഒരു ചേച്ചിയെ വിളിച്ചപ്പോൾ പറഞ്ഞത്. അപ്പം നമ്മൾ നേരെ വീട്ടിലോട്ട് അതിന് മുമ്പ് നമുക്ക് നമ്മുടെ കുഞ്ഞാറ്റെ നമ്മൾ മാറ്റിയായിരുന്നു വെള്ളം പൊങ്ങിയപ്പോൾ. അപ്പോൾ കുഞ്ഞാറ്റയും കണ്ടിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അപ്പം നമ്മൾ കുഞ്ഞാറ്റെ കാണാൻ പോവാം അല്ലേ. കുഞ്ഞാറ്റെ കണ്ട് തിരിച്ച് നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ വഴിയിലൊക്കെ നല്ല വെള്ളമാണ് കേട്ടോ. നമ്മുടെ ഓട്ടോ വഴിയിലല്ലാതെ വെള്ളമാണ്. നമ്മളിവിടെ കേട്ടോ കുഞ്ഞാറ്റെ കെട്ടിയത്. എന്തിയേ എടാ, അവിടെ പോയി നിൽക്കുന്നടാ, ആ വീടിനകത്ത് അവിടെ നിൽക്കുന്ന പശു. നമ്മള് ഈ കുട്ടിയെ പശു കാണ്ട് അവിടെ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ആണ്ട നിൽക്കുന്ന ദൈവമേ, നോക്കുന്നു നമ്മുടെ പശു താണ്ട നിൽക്കുന്നു കേട്ടോ. ആരവിടെ കിട്ടിയേ? കുഞ്ഞാറ്റേ, ഇവണ്ണേ മാറി നടക്കുന്നു. എടി, നീ എവിടെ വന്നതാടി? എവിടെ പോയതാ നീ? കരയുമായിരുന്നോ? കണ്ണെല്ലാം നിറഞ്ഞിരിക്കും. കരയുമായിരുന്നോ? പിണക്കമാണോ? ബാ, വീട്ടിൽ പോവാടി. പോവാന്ന്, വീട്ടിൽ പോവാം. തീറ്റി കൂടും ഇപ്പം. നമുക്ക് സന്തോഷത്തിലങ്ങ് നടന്നോളുക. എവിടെ പോവാ ഡീ? ആണ്ടെ അതാരാ വരുന്നത്? കൂട്ടുകാരന്മാരാണോ ഡി നിന്റെ? ആണ്ടെ വരുന്നത്. അതിനകത്തോട്ടാ? എന്നാ കൂട്ടുകാരിയെ കൊണ്ടുപോകാൻ വന്നാ? എങ്ങോട്ടാ? അമ്മേതേ വരുന്നിട്ടോ. എവിടെ പോവാടേ? ഒന്നും ചെയ്യല്ലേ, നിന്റെ കൂട്ടുകാരാ. ആ, പറഞ്ഞേക്കാം. എന്നാ ചെയ്യണോന്നറിയാതെ പുള്ളിക്കാരി നടക്കുക. പുല്ല് വേണ്ടേ തിന്നാൻ? ഇപ്പൊ പുല്ല് തിന്നെ, എന്നിട്ട് നമുക്ക് പോവാം. അപ്പോൾ അവളെ പിന്നെ അവിടെ തന്നെ കെട്ടിയിട്ടാ. വേറെ നമുക്ക് സ്ഥലമില്ല. ഒരു ഇച്ചിരി മഴയൊക്കെ നനയാതെ നിൽക്കാൻ ഒരു രീതിയിലാണ് കെട്ടിയേക്കുന്നത് കേട്ടോ. ആ മരം ഉള്ളതുകൊണ്ട് വലുതായിട്ട് അവൾ നനയത്തില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ആ സൈഡിലൊക്കെ നിറച്ച് പുല്ലും ഉണ്ട്, അതൊക്കെ കഴിച്ച് ഇവിടെ നിന്നോളും. നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാരണം വെള്ളം ഇറങ്ങിയിട്ടില്ല കേട്ടോ. നല്ല രീതിയിൽ വെള്ളം ഉണ്ട്. ഒരു 2 ദിവസത്തെ ഉണക്കിനെ ഇറങ്ങത്തുള്ളൂ വെള്ളം.
അപ്പം അതുകൊണ്ട് തൽക്കാലം അവളെ ഇവിടെ തന്നെ നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. ടാറ്റ. വരുന്നോ വരുന്നോ? മൈൻഡ് ഇല്ലടാ. ടാറ്റ. ഓ അവള് മൈൻഡ് ചെയ്യാണ്ട് നിന്നുകൊണ്ട് കഴിക്കുവാ. ഡീ പോവാണേ. എവിടെ? ആ നോക്കി. ടാറ്റ. നമ്മളെ കുഞ്ഞാറ്റെ ഇപ്പം കൊണ്ടുപോകാമെന്നും കരുതി വന്നതാണ്. പക്ഷേ നമ്മുടെ കണ്ടത്തിൽ വെള്ളം ഇറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവളുടെ തൊഴുത്തിൻ്റെ അവിടെയൊക്കെ വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് പശുവിനെ തണുപ്പത്ത് ഒത്തിരി നിർത്താൻ പറ്റത്തില്ല. കുളമ്പ് രോഗമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇവിടെ നല്ല പുല്ലും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളിവിടെ തന്നെ അവളെ നിർത്തോട്ടെ. ദേ ഇരുണ്ട് മൂടി വരുന്നുണ്ട് അടുത്ത മഴയ്ക്കായിട്ട്. അപ്പം വീട്ടിലോട്ട് പോകുന്ന കാര്യം ഇപ്പം നടക്കത്തില്ല. അപ്പം ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ നമ്മുടെ. അപ്പം ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞുകൊണ്ടല്ലോ, ഞാൻ വീഡിയോസ് ഒന്നും ഇടാതിരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണ് ഇടയ്ക്കൊന്ന് കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ. ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ പോയിരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയാക്കി കിട്ടിയപ്പം കുറേ താമസം എടുത്തു. പിന്നെന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളിൽ ബിസി ആയതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റാതെ പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പം കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. ടാറ്റാ.